മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ മാത്രം മാറി പണിയെടുപ്പിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റഡ് ഹോം നോക്കുന്ന ആർക്ക് തന്നെ ഉപയോഗപ്രദമായിരിക്കും ഈ ഒരു വീഡിയോ. നല്ല സെമി കണ്ടംപററി ഡിസൈനിൽ ഒരു 2 സ്റ്റോറി ബിൽഡിംഗ്, അതുകൂടാതെ തന്നെ നല്ല കോമ്പിനേഷൻ കളേഴ്സ് ഉൾപ്പെടുത്തി നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റഡ് വീടാണ് ഈ കാണുന്നത്. 4.25 സെന്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് വീടിന്റെ ലൊക്കേഷൻ ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുമലയ്ക്ക് സമീപം വെഴവൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട് കടക്കാം. കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ ഫ്രണ്ടേജ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3 കാർ വരെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. 12x4 സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. വോൾട്ടയിലൊക്കെ നല്ലവണ്ണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ്സ് എല്ലാം തന്നെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 16x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ഹാളാണ് നൽകിയിട്ടുള്ളത്. ഹാളെല്ലാം ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ലിവിംഗ് ഏരിയയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷന് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണർ സൈഡിലായിട്ട് തന്നെ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. വാഷ് ഏരിയയിൽ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സും കൂടാതെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 10x8 കിച്ചണിന്റെ ഡയമെൻഷൻ. നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചൺ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായി തന്നെ ഒരുപാട് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 4.25 സെന്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിരിക്കുന്നത്. വീടിന് 4 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കി 3 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വരുന്ന ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിന്റെ ഡയമെൻഷൻ. വാൾ റൂപ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ താഴെ മുഴുവനും സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് പണിതിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ സൈഡിൽ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 16x12 ഡയമെൻഷൻ വരുന്ന ഒരു ഹാളാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിൻ്റെ ഒരു സൈഡ് കോർണറിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഏരിയ പ്രൊവിഷൻ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 17x14 വരുന്ന വൈഡ് റേഞ്ചിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇത്. വാൾ റൂപ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂമാണിത്. വാൾ റൂപ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. അങ്ങനെ ഇതുവരെ കണ്ടതെല്ലാം മെയിനായിട്ട് വരുന്ന 3 ബെഡ്റൂംസ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇനിയൊരു റൂമും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 10x10 ഡയമെൻഷൻ വരുന്ന ഈ ഒരു റൂം ഒരു സ്റ്റഡി റൂമിൻ്റെ കോൺസെപ്റ്റിലാണ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. 12x14 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണി വരുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. ബാൽക്കണിയുടെ ചുമര് മുഴുവനും വോൾട്ടയിലൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 4.25 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റഡ് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 66 ലക്ഷമാണ്. അത് തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.